ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദേവര എന്ന മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 1996 ബോംബെയിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. ഹോം മിനിസ്റ്ററും റായഡ് ഏജൻസും എല്ലാം തന്നെ പങ്കെടുക്കുന്ന ഈ മീറ്റിംഗിൽ അവതരിപ്പിക്കുന്ന വിഷയം വരാൻ പോകുന്ന വേൾഡ് കപ്പിനെ കുറിച്ചായിരുന്നു. വേൾഡ് കപ്പ് മത്സരം ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത് കാരണം പല രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് ടീമുകൾ വരുന്നുണ്ട്. മാത്രമല്ല പല രാജ്യത്തെയും മിനിസ്റ്റേഴ്സും വരുന്നു. അവരുടെ സേഫ്റ്റി ഉറപ്പാക്കിയെങ്കിലേ പറ്റൂ. ഗ്യാങ്സ്റ്റർ ബ്രദേഴ്സായ ദയുടെയും എതിയുടെ അക്കൗണ്ടിലേക്ക് പല രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് പണം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് അവരെന്തോ വലുതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദയെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് അവന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് അവന്റെ സഹോദരൻ എതിയാണ്. എതിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയെങ്കിലേ പറ്റൂ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എതിയെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ശിവ എന്ന് പറയുന്ന ഈ ഓഫീസറാണ്. അയാൾക്ക് പോലും ഇപ്പോൾ എതി എവിടെയാണെന്ന് അറിയത്തില്ല. പലതവണ എതിയെ ശിവം പിടിച്ചതാണ്. എന്നാൽ അപ്പോഴെല്ലാം തന്നെ മുകളിൽ നിന്നുള്ള പ്രഷർ കാരണം അവനെ വിട്ടയക്കേണ്ടി വന്നു. എന്നാൽ ഇത്തവണ അവനെ എങ്ങനെയെങ്കിലും പിടിച്ചേ പറ്റുമെന്നാണ് ഹോം മിനിസ്റ്റർ പറയുന്നത്. അടുത്ത മാസം ക്രിക്കറ്റിന്റെ ഓപ്പണിംഗ് സെറമണിയാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് യതിയുടെ ഗ്യാങ്ങിലെ ഒരാള് പോലും പുറത്തിറങ്ങിയിട്ടില്ല. എങ്ങനെ അവനെ പിടിക്കുമെന്ന് ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. യതിയുടെ ഗ്യാങ്ങിലെ റാണി എന്ന് പറയുന്ന ഒരുത്തന് ഗേൾഫ്രണ്ട് ഉണ്ട്. അവനിടയ്ക്ക് ഗേൾഫ്രണ്ടിനെ കാണാൻ വരാറുണ്ടായിരുന്നു. അവളെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും അവനെ ഇവിടെ വരുത്താം. അങ്ങനെ റാണിയുടെ ഗേൾഫ്രണ്ടിനെ പൊക്കിയ ശേഷം അവളെ കൊണ്ട് അവർ റാണയെ വിളിപ്പിക്കുന്നു. ആ പ്ലാനിംഗ് സക്സസ് ആവുകയും അവർ കൈയോടെ റാണയെ പൊക്കുകയും ചെയ്യുന്നുണ്ട്. അവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ അവർക്ക് മനസ്സിലാകുന്നു ഇത് മുരുക എന്ന് പറയുന്ന ഒരു സ്മഗ്ലറും പൊളിറ്റീഷ്യനുമായുള്ള വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ട് രത്നഗിരി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോയതാണെന്ന്. അയാൾ കടലിനടിയിലൂടെ വരെ ചരക്കുകൾ കടത്തുമായിരുന്നു. 3 മാസങ്ങൾക്ക് മുമ്പ് അവിടേക്ക് പോയ എതിയെ പറ്റി പിന്നീട് ഒരു വിവരവും ഇവർക്കില്ല. അങ്ങനെ ശിവവും ഗ്യാങ്ങും രത്നഗിരിയിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് മുരുക എന്ന് പറയുന്ന ആള് ജീവനോടെ ഇല്ല എന്ന്. മുരുകയുടെ കൂടെ ഉണ്ടായിരുന്ന തുളസി എന്ന് പറയുന്ന ഒരു DSP കാണാൻ ഇവര് പോകുന്നു. ഞങ്ങൾ പോലീസുകാരാണെന്ന് മറച്ചു വെച്ച് സ്മഗ്ലേഴ്സ് ആണെന്നും ഒരു ചരക്ക് ഞങ്ങൾക്കും കടത്തിത്തരണമെന്ന് ആവശ്യപ്പെടുകയാണ്. നാട്ടിലന്വേഷിച്ചപ്പോൾ കടലിനടിയിലൂടെ ചരക്ക് കടത്താൻ മുരുകയുടെ കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളാണെന്ന് അറിഞ്ഞു. ഞങ്ങൾക്കും കുറച്ച് ചരക്കുകൾ കടത്താനുണ്ട്. എന്നാൽ ഇതൊന്നും ചെയ്യുന്നത് ഞാനല്ല എന്നും ആ മലയ്ക്കപ്പുറമുള്ള 4 ഗ്രാമങ്ങളും ചേർന്നിട്ടാണെന്നാണ് DSP പറയുന്നത്. നിങ്ങൾക്ക് ചരക്കുകൾ കടത്തണമെങ്കിൽ അവിടെ പോയി ബൈര എന്ന് പറയുന്ന ആളെ കണ്ടാൽ മതി. അവരവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് DSP തുളസി പറയുന്നുണ്ട് നിങ്ങൾ പോലീസുകാരാണെന്ന് എനിക്ക് ഓൾറെഡി മനസ്സിലായി എന്ന്. പക്ഷേ ആ നാട്ടിലേക്ക് പോകുമ്പോൾ സൂക്ഷിച്ചു പോകണം. അവിടം ചെങ്കടൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ അവർ അവിടെ പോയി ബൈരയെ കണ്ടിട്ട് ഞങ്ങൾക്ക് ചരക്ക് കടത്താൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ ആ പരിപാടിയൊക്കെ ഒരുപാട് നാൾ മുമ്പേ താൻ നിർത്തിയതാണെന്നാണ് ബൈര പറയുന്നത്. ചോദിക്കുന്ന കാശ് തരാമെന്നും ഞങ്ങളുടെ കൂടെ നിൽക്കാനും അവർ ആവശ്യപ്പെട്ടെങ്കിലും ബൈര നിൽക്കുന്നില്ല. അവസാനം അവരെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ശിവയും കൂട്ടരും ഭീഷണിപ്പെടുത്തിയപ്പോൾ ബൈര തന്റെ തനി സ്വരൂപം കാണിക്കുന്നു. ഈ ചെങ്കടലിൽ വന്നിട്ട് ഞങ്ങളെ എതിർത്ത് സംസാരിക്കാനും കൊല്ലാനും നിങ്ങൾക്കാവില്ല. ഒരുപാട് കൊല്ലും കൊലയൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ കണ്ടതാണ്. ഒരു വിധത്തിലാണ് ബൈരയുടെ കയ്യിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോകുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇനി എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് അവർക്കൊരു പിടിയുമില്ലായിരുന്നു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഇരുന്ന ഒരു വയസ്സായ മനുഷ്യൻ സിംഗപ്പ എന്ന് പറഞ്ഞിട്ട് തന്നെ പരിചയപ്പെടുത്തുന്നു. നിങ്ങൾ അവിടെ പോയിട്ട് കാര്യം നടന്നില്ല അല്ലേന്ന് അയാൾ ചോദിക്കുന്നു. ശിവ അയാളോട് ചോദിക്കുന്നു നിങ്ങൾ ആ നാട്ടുകാരനാണെങ്കിൽ അവരോടൊന്ന് സംസാരിച്ചുകൂടെ എന്ന്. ഒരു ചരക്ക് കടത്തി തരാൻ എന്താ ഇത്ര ബുദ്ധിമുട്ടെന്ന്. ചരക്ക് കടത്തിലൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. നമുക്ക് വഞ്ചിയിൽ കയറി സംസാരിക്കാന്ന് പറഞ്ഞിട്ട് സിംഗപ്പ അവരെ വഞ്ചിയിൽ കയറ്റി കടലിലേക്ക് കൊണ്ടുപോകുന്നു. ഇത്ര പണം വേണമെങ്കിലും നിങ്ങൾക്ക് തരാമെന്ന് ശിവ പറയുന്നു. തന്റെ കയ്യിലെ വജ്രമോതിരം കൂടി ഊരി അയാൾക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതുപോലെ ഒരുപാടെണ്ണം നിങ്ങൾക്ക് തരാമെന്ന്. എന്നാൽ സിംഗപ്പ ചിരിച്ചുകൊണ്ട് അത് വാങ്ങിയിട്ട് സമുദ്രത്തിലേക്ക് എറിയുന്നു. അത്രയും വിലപിടിപ്പുള്ള മോതിരം പോയത് കണ്ടിട്ട് ശിവയും കൂടെ ചാടുന്നു. എന്നാൽ വെള്ളത്തിനടിയിലേക്ക് പോയ ശിവ കാണുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. അവിടെ ഒരുപാട് ആൾക്കാരുടെ അസ്ഥികൂടങ്ങൾ അടിത്തട്ടിലായിട്ട് കുത്തി നിർത്തിയിരിക്കുന്നു. പേടിച്ചു പോയ ശിവ പെട്ടെന്ന് മുകളിലേക്ക് തിരിച്ചു വരുന്നു. അയാൾക്ക് സ്വന്തം കണ്ണിനെ പോലും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ എന്താണെന്ന് സിംഗപ്പയോട് ചോദിക്കുമ്പോൾ ഇതുപോലെ ചരക്ക് കടത്താൻ ശ്രമിച്ചവരുടെ അസ്ഥികൂടങ്ങൾ അതൊക്കെയെന്ന്. ഈ ഭയം കൊണ്ടാണ് നിങ്ങൾ എന്തൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടും ഇവിടെയുള്ള ആൾക്കാർ ചരക്ക് കടത്താൻ വരാത്തത്. ഇനി ആ നാടിന്റെ ചരിത്രത്തെ പറ്റി സിംഗപ്പ പറയുകയാണ്. ഒരുപാട് നാളുകൾക്ക് മുമ്പ് ആ മലയ്ക്കപ്പുറത്ത് ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യം കീഴടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കടൽ കടന്നു വന്നു. അന്ന് അവരെ ചെറുത്തു നിൽക്കാൻ അവിടുത്തെ രാജാവ് ഒരു പ്രത്യേകതരം പടയെ തയ്യാറാക്കി. ജാതിയും മതവും ഭയവും ഒന്നുമില്ലാത്ത യോദ്ധാക്കളായിരുന്നു അവർ. അവരുടെ ദൈവവും ധൈര്യവും എല്ലാം തന്നെ ആയുധങ്ങളായിരുന്നു. കടൽ കടന്ന് വന്നവരെല്ലാം അവർ കൊന്നൊടുക്കി. ഈ സമുദ്രം രക്തത്താൽ ചുവന്നു. അങ്ങനെ ഇത് ചെങ്കടലെന്നും അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ബ്രിട്ടീഷുകാർ വന്നിട്ട് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തെല്ലാം തന്നെ കടൽ വഴി കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ യോദ്ധാക്കൾ ബ്രിട്ടീഷുകാരെ തന്നെ കൊള്ളയടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോയി സാധനങ്ങളെല്ലാം തിരിച്ച് ഇവിടുത്തെ പാവങ്ങൾക്ക് വിതരണം ചെയ്തു. എന്നാൽ ബ്രിട്ടീഷുകാരെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് പോയി സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയ ശേഷം ആ യോദ്ധാക്കളുടെ ആവശ്യം ഈ നാടിനില്ലാതെയായി. അവരെ വാർദ്ധക്യത്തിൽ പരിചരിക്കാൻ പോലും ആളില്ലാതെയായി. പട്ടിണി കിടന്നിരുന്ന ആ യോദ്ധാക്കളെ ചിലർ അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. കടൽ വഴി പോകുന്ന കപ്പലുകളിൽ നിന്നും അവർ കടത്തുന്ന സാധനങ്ങൾ കടലിനടിയിലൂടെ കൊണ്ടുവരിക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. വേറെ നിവൃത്തിയില്ലാതെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഇവിടുത്തെ യോദ്ധാക്കൾ ആ പണി ഏറ്റെടുത്തു. അങ്ങനെയാണ് ഈ പൊളിറ്റീഷ്യനും സ്മഗ്ലറുമായ മുരുകനും
DSP തുളസിയും ഇവിടേക്ക് വരുന്നത്. ചെങ്കടലിലുണ്ടായിരുന്ന 4 ഗ്രാമങ്ങൾക്കും 4 ഗ്രാമത്തലവന്മാരുണ്ടായിരുന്നു. അവർ 4 പേരും ബാക്കി അവരുടെ സംഘങ്ങളും ചേർന്നിട്ടാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് സ്മഗ്ലിങ്ങിന് വേണ്ടി പോയിരിക്കുന്നത്. ഗാർഡിന്റെ കണ്ണുവെട്ടിച്ച് കപ്പലിൽ നിന്നും ഇവർക്ക് ആവശ്യമായ ചരക്കുകൾ സമുദ്രത്തിന്റെ അടിയിലൂടെ അവർ കൊണ്ടുവരും. ആ 4 ഗ്രാമത്തിലെ ഒരു ഗ്രാമത്തിൽ തലവനായിരുന്നു നമ്മുടെ നായകനായ ദേവര. ബാക്കിയുള്ള ഗ്രാമത്തലവന്മാരായിരുന്നു ബൈരയും രായപ്പയും കുഞ്ചരയും. അങ്ങനെ ഈ 4 പേരും നേതൃത്വം കൊടുത്ത സംഘങ്ങൾ ചേർന്നിട്ട് കോസ്റ്റ് ഗാർഡിന്റെ കണ്ണുവെട്ടിച്ച് അവർക്ക് ആവശ്യമുള്ള ചരക്കുകളും എടുത്തിട്ട് സമുദ്രത്തിന്റെ അടിയിലൂടെ വരുന്നു. അടിയിലുള്ള 2 പേരിൽ ഓരോരുത്തരായിട്ട് മാറി മാറി വന്ന് ശ്വാസം എടുത്തിട്ടാണ് പോകുന്നത്. ആ ജോലി ദേവര ചെയ്യുന്നുണ്ടെങ്കിലും അവനൊരിക്കലും ഇഷ്ടത്തോടു കൂടിയല്ല അത് ചെയ്തിരുന്നത്. ഗതികേട് കൊണ്ടാണ് അതെല്ലാം ചെയ്തിരുന്നത്. അവർക്ക് ഈ ജോലിക്ക് നല്ല കൂലിയും കിട്ടുമായിരുന്നു. ദേവര വീട്ടിലെത്തി ആഹാരം കഴിക്കുകയാണ്. അയാളുടെ ഭാര്യയും അമ്മയും അയാളുടെ കൂടെയുണ്ട്. അയാളുടെ കഥകൾ കേൾക്കാതെ അയാളുടെ മകൻ വര ഉറങ്ങില്ലായിരുന്നു. അന്നും അയാൾ തന്റെ മകന് കഥകൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഈ നാടിനെ നശിപ്പിക്കാൻ വന്ന ആൾക്കാരെയൊക്കെ തങ്ങളുടെ പൂർവികർ എങ്ങനെയാണ് നേരിട്ടതെന്ന്. എന്നാൽ വര പറയുന്നുണ്ട്, എനിക്ക് അവരുടെ കഥ കേൾക്കണ്ട, എന്റെ അച്ഛൻ ദേവരയുടെ കഥ കേട്ടാ മതിയെന്ന്. ഒരു നിമിഷം ദേവര താൻ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ആലോചിക്കുന്നു. തന്റെ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ല കാര്യങ്ങളൊന്നും താൻ ചെയ്യുന്നില്ല എന്ന് ആലോചിച്ചപ്പോൾ അയാൾക്ക് സങ്കടം തോന്നി. പിറ്റേന്ന് രാവിലെ നാട്ടിലൂടെ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് ദേവരയാകട്ടെ ഒരു സ്ത്രീയെയും മകനെയും കാണുന്നു. ദേവരയുടെ കൂടെ സമുദ്രത്തിൽ ചരക്ക് കടത്താൻ പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു ആ സ്ത്രീയുടെ ഭർത്താവ്. എന്നാൽ അയാൾ മരിച്ചുപോയ ശേഷം അവരുടെ മകനും ദേവരയുടെ കൂടെ കടലിൽ പോകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അവർ നിർബന്ധിച്ചാണ് അവനെ പഠിക്കാൻ പറഞ്ഞു വിട്ടത്. അവനിപ്പോൾ നന്നായിട്ട് പഠിക്കുന്നുമുണ്ട്. ആ ചെലവുകളൊക്കെ നോക്കുന്നതും ദേവരയായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഈ 4 ഗ്രാമത്തലവന്മാരുടെയും മക്കളെയാണ്. ദേവരയുടെ മകൻ വരയും ബൈരയുടെ മകൻ പസുരയും തമ്മില് വാക്കുതർക്കം നടക്കുകയാണ്. കൂടെ തന്നെ കുഞ്ചരയുടെ മകൻ സമരയും രായപ്പന്റെ മകൾ തങ്കവും ഉണ്ടായിരുന്നു. ഇവർ സംസാരിക്കുന്നത് ആയുധപൂജയുടെ അന്ന് നടക്കുന്ന യുദ്ധത്തെ പറ്റിയായിരുന്നു. 2 പേർ തമ്മിൽ തല്ലി ജയിക്കുകയാണെങ്കിൽ ആ ജയിക്കുന്ന ആളുടെ ഗ്രാമത്തിലേക്കായിരിക്കും പൂർവികരുടെ ആയുധങ്ങൾ ഒരു വർഷത്തേക്ക് വയ്ക്കാൻ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ദേവരയായിരിക്കും ഇത്തവണയും ജയിക്കുന്നതെന്ന് തങ്കം പറയുന്നു. എന്നാൽ ഇത്തവണ എന്റെ അച്ഛൻ ബൈരയാണ് ജയിക്കുന്നതെന്നാണ് പസുര പറയുന്നത്. അതാരാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ തമ്മിൽ തല്ലിയാ മതിയെന്ന് തങ്കം പറയുന്നു. അങ്ങനെ പസുരയും വരയും തമ്മിൽ തല്ലുപിടിക്കുകയാണ്. പക്ഷെ ജയിക്കുന്നത് പസുരയാണ്. എന്റെ അച്ഛൻ തന്നെ ഇത്തവണ ജയിക്കുമെന്ന് പറഞ്ഞിട്ട് പസുര അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ആയുധപൂജയുടെ അന്ന് എല്ലാ ഗ്രാമത്തിൽ നിന്നും ആൾക്കാർ വന്ന് പൂജയൊക്കെ നടത്തുന്നു. യുദ്ധത്തിന് സമയമായപ്പോൾ ദേവര പറയുന്നുണ്ട്, എന്തിനാ ഈ യുദ്ധമൊക്കെ? ഓരോ വർഷവും ഓരോ നാട്ടിൽ നമുക്ക് ആയുധം വെച്ചാ പോരെയെന്ന്. അത് പറ്റില്ല എന്നും പൂർവികരായിട്ട് തുടങ്ങി വെച്ചതൊന്നും നമ്മൾ മാറ്റണ്ട എന്നുമായിരുന്നു ബൈരയുടെയും കുഞ്ചരയുടെയും അഭിപ്രായം. രായപ്പന്റെ നാട്ടിൽ നിന്ന് ആരും തന്നെ യുദ്ധത്തിൽ പങ്കെടുക്കില്ലായിരുന്നു. അതുകൊണ്ട് ഒരു തവണ പോലും അവരുടെ നാട്ടിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോയിട്ടില്ല. ഇത്തവണ നമുക്ക് ആയുധങ്ങൾ രായപ്പന് കൊടുക്കാമെന്ന് ദേവര പറയുമ്പോൾ മറ്റു 2 പേരും അതിന് സമ്മതിക്കുന്നില്ല. അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ നീ ഞങ്ങളെ തല്ലിത്തോപ്പിച്ചിട്ട് ആയുധങ്ങൾ നേടിയെടുത്ത് രായപ്പന്റെ നാട്ടിൽ കൊണ്ടുവച്ചാ മതി. അത് ദേവരയ്ക്ക് സമ്മതമായിരുന്നു. അങ്ങനെ യുദ്ധം ആരംഭിച്ചു. ഓരോരുത്തരെയായിട്ട് ദേവര തോപ്പിച്ചു. അവസാനം ബൈരയും ദേവര തോപ്പിച്ച് ആ ആയുധം സ്വന്തമാക്കി. ദേവര പറഞ്ഞ വാക്ക് പാലിക്കുകയും ചെയ്തു. അത് രായപ്പന്റെ നാട്ടിലേക്ക് തന്നെ കൊടുത്തുവിടുന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന ദേവരയാകട്ടെ പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ടു. അയാളുടെ കൈകൊണ്ട് ഒരുപാട് പേരെ കൊല്ലുന്നതും ഈ കടല് ചെങ്കടലായി മാറുന്നതും. അതിനെപ്പറ്റി അയാൾ ജോഗുല എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് പറയുന്നുണ്ട്. വരാനിരിക്കുന്നത് പരീക്ഷണ കാലമാണെന്നും എല്ലാവരെയും കണ്ണുമടിച്ച് വിശ്വസിക്കുന്നത് നല്ലതല്ല എന്നുമാണ് ആ സ്ത്രീ പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് ഈ ഗ്രാമത്തിലേക്ക് വരുന്ന ഒരു ബസ്സില് നേരത്തെ ദേവര കണ്ട ആ പുറത്ത് പഠിക്കാൻ അയച്ച പയ്യനിരുന്ന് സംസാരിച്ചുകൊണ്ട് വരുന്നതാണ്. എന്നാൽ പാതി വഴി എത്തുമ്പോൾ ആ ബസ്സിന്റെ മുന്നേ പോയിരുന്ന വാഹനങ്ങളിൽ സ്ഫോടനം നടക്കുകയും ആ ബസ്സിൽ ആരൊക്കെ ചേർന്ന് ആക്രമണം നടത്തുകയും ചെയ്യുന്നത് കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഈ പയ്യൻ ഉൾപ്പെടെ ഒരുപാട് പേർ മരിച്ചിരിക്കുന്നതാണ്. ദേവരയും ആ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ആ പയ്യന്റെ അമ്മ പറയുന്നുണ്ട്, അവൻ ആഗ്രഹിച്ച പോലെ ഞാൻ ദേവരയുടെ കൂടെ സമുദ്രത്തിലേക്ക് അവനെ വിട്ടിരുന്നെങ്കിൽ അവൻ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നേനെ എന്ന്. അടുത്ത ഡീലുമായിട്ട് അപ്പോഴേക്കും മുരുക വന്നിരുന്നു. കപ്പൽ പുറപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ ചരക്കുകൾ എടുത്തു തന്നേ പറ്റൂ. എന്നാൽ ദേവര പറയുന്നുണ്ട്, കോസ്റ്റ് ഗാർഡ് സുരക്ഷയെല്ലാം കൂട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ പോകാത്തതാ നല്ലതെന്ന്. ദേവര തന്നെയാണോ ഇതൊക്കെ പറയുന്നതെന്ന് എല്ലാവർക്കും ഡൗട്ട് തോന്നി. നമ്മൾ എല്ലാവരും ഒരുമിച്ച് കടലിലേക്ക് പോയി നമ്മൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങൾക്കാണ് നഷ്ടമെന്ന് ദേവര പറയുന്നു. അങ്ങനെയെങ്കിൽ ഇത് കേട്ട് ബൈര പറയുന്നത്, ഞങ്ങൾ 2 പേര് പോകാം, നിങ്ങൾ കുറച്ചു പേര് ഇവിടെ നിൽക്കുക എന്നാണ്. ബൈരയ്ക്ക് പൊതുവെ ദേവരയുടെ അഭിപ്രായങ്ങൾ ഒന്നും തന്നെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ബൈരയും കുഞ്ചരയും ചേർന്നിട്ട് ആ ഡീൽ ഏറ്റെടുക്കുകയാണ്. പക്ഷേ രായപ്പൻ ദേവരയോട് പറയുന്നുണ്ട്, അവരെ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ല, നീ കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണ് എന്ന്. ഒടുവിൽ അവരെ ഒറ്റയ്ക്ക് വിടാൻ മനസ്സിലാതെ ദേവരയും അവരുടെ കൂടെ പോവുകയാണ്. എല്ലാ തവണത്തെയും പോലെ അവർ ഇത്തവണയും ചരക്കുകൾ എടുത്തു. തിരിച്ച് കടൽ മാർഗം കരയിലേക്ക് വരുന്ന വഴിക്ക് ആ കോസ്റ്റ് ഗാർഡ് അവിടേക്ക് വരികയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മത്സ്യബന്ധനത്തിന് പോയി എന്നാണ് അവർ പറയുന്നത്. അവരുടെ വഞ്ചിയിൽ ഒരുപാട് മീനുകളും ഉണ്ടായിരുന്നു. എന്നാലും ഡൗട്ട് തോന്നിയിട്ട് കുറച്ചുനേരം കോസ്റ്റ് ഗാർഡ് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അടിയിലൂടെ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരെ പെട്ടെന്ന് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വന്നു. അതോടുകൂടി കോസ്റ്റ് ഗാർഡ് അവരെ കൈയോടെ പിടിച്ചു. ആ സാധനങ്ങളുമായിട്ട് തിരിച്ച് കപ്പലിൽ അവരെ നിരത്തി നിർത്തിയിരിക്കുകയായിരുന്നു. നിങ്ങൾ കൊണ്ടുപോകുന്ന ചരക്കുകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. അതെല്ലാം തന്നെ സ്ഫോടക വസ്തുക്കളും തോക്കുകളുമായിരുന്നു.
എന്നായിരുന്നു. ഇത് കണ്ട് ദേവരയും ഞെട്ടി. നിങ്ങളുടെ പൂർവികർ ഈ നാട് രക്ഷിക്കാനാണ് ശ്രമിച്ചത്, എന്നാൽ നിങ്ങളാകട്ടെ ഈ നാട് നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള സാധനങ്ങൾ നിങ്ങൾ കടത്തിക്കൊണ്ടു പോയിട്ടാണ് ഈ നാട്ടിലെ ആൾക്കാർ അതൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ബസ്സിന് നേരെ ആക്രമണം ഉണ്ടാക്കിയത്. കൂട്ടത്തിൽ നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ഒരു കുട്ടി മരിച്ചു. ഇത് കേട്ടതും ദേവര ഞെട്ടി. ആ കുട്ടിയുടെ മരണത്തിന് നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കാരണക്കാരാണ്. ഇത്രയും നാളും ഇതിനുള്ളിൽ എന്താണെന്ന് ദേവരയ്ക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞതോടുകൂടി ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ദേവര ആഗ്രഹിച്ചില്ല. എന്നാൽ ബാക്കി എല്ലാവരും എങ്ങനെയെങ്കിലും ആ കോസ്റ്റ് ഗാർഡിനെ ആക്രമിച്ചിട്ട് അവിടെ നിന്നും സാധനങ്ങളുമായിട്ട് കരയ്ക്ക് പോകണമെന്ന് ആഗ്രഹിക്കുകയായിരുന്നു. അത് കാരണം ബൈരി ഉൾപ്പെടെ എല്ലാവരും കോസ്റ്റ് ഗാർഡ്സിനെ ആക്രമിക്കാൻ തുടങ്ങി. ദേവര ഇത് കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. വേറെ വഴിയില്ലാതെ ദേവരയാകട്ടെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെയെല്ലാം അടിച്ചിട്ടിട്ട് ആ കോസ്റ്റ് ഗാർഡ്സിനെ രക്ഷപ്പെടുത്തുന്നു. പക്ഷെ ദേവര പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാതെ ബൈരിയും കുഞ്ചരിയും രായപ്പയും ചേർന്നിട്ട് ആ ചരക്കുകളുമായിട്ട് കരയിലേക്ക് പോയി. ദേവര ആ കപ്പലിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് ആ കോസ്റ്റ് ഗാർഡിന് ഒരു വാഗ്ദാനം നൽകുന്നു. ഒരിക്കലും ആ സാധനങ്ങൾ ആരും തന്നെ ഉപയോഗിക്കില്ല. ഇനിയൊരിക്കലും ഈ കടൽ വഴി ഒരു ചരക്കുകളും കരയിലേക്ക് എത്തുകയുമില്ല. അത് ഉറപ്പ് കൊടുത്തിട്ടാണ് കരയിലേക്ക് തിരിച്ച് ദേവര എത്തുന്നത്. ബാക്കിയുള്ളവർ ചരക്ക് കൊണ്ടുവന്ന് കൊടുത്ത ശേഷം കാശ് വാങ്ങാൻ നേരം ദേവര വന്ന മുരുകയോട് ചോദിക്കുന്നുണ്ട് ആ പെട്ടിക്കുള്ളിൽ എന്താണെന്ന്. അത് നിന്നോട് ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നാൽ ഈ നാട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വസ്തുക്കൾ ഇനി കരയിലേക്ക് കൊണ്ടുവരില്ല എന്നും ഇതുപോലും നിങ്ങളെ തൊടാൻ അനുവദിക്കില്ല എന്നുമാണ് ദേവര പറയുന്നത്. എന്നാൽ ബൈരയും കുഞ്ചരയും ദേവരെ എതിർക്കുന്നു. ഇനി ചെങ്കടലിലേക്ക് ഇറങ്ങുന്നവരുടെ അവസ്ഥ ഇതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ചരയുടെ മുതുകത്തായിട്ട് കത്തികൊണ്ട് ദേവര വരയുന്നു. അത് കണ്ട് എല്ലാവരും പേടിച്ചു. അവിടെ കൊണ്ടുവച്ചിരുന്ന ചരക്കുകൾ ദേവര കടലിലേക്ക് തന്നെ തള്ളിയിടുകയാണ്. തടുക്കാൻ പലരും ശ്രമിച്ചെങ്കിലും ആർക്കും തന്നെ ദേവരയെ തടുക്കാൻ സാധിച്ചില്ല. തങ്ങളുടെ ഗ്രാമവാസികളോട് ദേവര പറയുന്നുണ്ട് ഇന്നു മുതൽ കടലിലേക്ക് നമ്മൾ മത്സ്യബന്ധനത്തിന് മാത്രമേ പോവുകയുള്ളൂ എന്ന്, ചരക്കുകൾ കടത്താൻ പോകില്ല എന്ന്. ദേവര പറയുന്ന വാക്ക് അതുപോലെ അനുസരിക്കുന്നവരായിരുന്നു ഗ്രാമവാസികൾ. എന്നാൽ ബൈരിക്കും കുഞ്ചരിക്കും ദേവരയുടെ ആ വാക്കുകളെ അനുസരിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അവർ വീണ്ടും അവരുടെ ജോലികൾ തുടരാൻ തുടങ്ങി. അങ്ങനെ ചരക്കുകൾ കടത്താൻ ശ്രമിച്ച എല്ലാവരെയും തന്നെ ദേവര ഉപദ്രവിക്കാനും തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. പലരും ശ്രമിച്ചെങ്കിലും ഒരാൾക്ക് പോലും കരയിലേക്ക് ദേവരെ എതിർത്തുകൊണ്ട് ചരക്കുകൾ കൊണ്ടുവരാൻ സാധിച്ചില്ല. അതിനിടയ്ക്ക് രായപ്പന്റെ സഹോദരിയും അന്ധയുമായ പെൺകുട്ടിയാകട്ടെ ആത്മഹത്യ ചെയ്യാൻ കടലിലേക്ക് ചാടുന്നു. ഇത് കണ്ട് ബൈരിയാണ് പോയി അവളെ രക്ഷിച്ചുകൊണ്ടുവരുന്നത്. അവളുടെ വിവാഹം നടത്താൻ രായപ്പ കുറെ ശ്രമിച്ചെങ്കിലും എല്ലാം തന്നെ മുടങ്ങിപ്പോയിരുന്നു. ആവശ്യമത്തിൽ ചേട്ടനൊരു ഭാരമാകണ്ട എന്ന് കരുതിയിട്ടാണ് അവൾ ആത്മഹത്യക്ക് ഒരുങ്ങിയത്. എന്നാൽ ഈ അവസരം മുതലെടുത്ത് ബൈര പറയുന്നുണ്ട് നിന്റെ സഹോദരിയെ എന്റെ അനിയൻ വിവാഹം കഴിക്കുമെന്ന്. അങ്ങനെ രായപ്പനെയും തന്റെ കൂടെ നിർത്താനായിരുന്നു ബൈരയുടെ തീരുമാനം. വിവാഹ ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ ദേവരെ കൊല്ലുക, അതായിരുന്നു അവരുടെ പ്ലാനിങ്. രായപ്പ സഹോദരിയുടെ വിവാഹത്തിന് എല്ലാവരെയും തന്നെ ക്ഷണിക്കുന്നു. വിവാഹ ചടങ്ങിനെത്തിയ ദേവരയാകട്ടെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ട്. മദ്യപിച്ച് കുറച്ച് അബോധാവസ്ഥയിലാകുന്ന ദേവരയെ എങ്ങനെയെങ്കിലും കൊല്ലാനായിരുന്നു ബൈര കാത്തിരുന്നത്. അതിനുവേണ്ടി ആൾക്കാരെയും സജ്ജമാക്കി നിർത്തിയിരുന്നു. ഈ ആൾക്കാർ സംസാരിക്കുന്നത് രായപ്പൻ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നു. അതിനെപ്പറ്റി രായപ്പൻ വന്ന് ബൈരയോട് സംസാരിക്കുമ്പോൾ ബൈര പറയുന്നത് നിന്റെ അനിയത്തിയുടെ ഈ വിവാഹം കൂടി മുടങ്ങണോ അതോ നീയും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുവെന്ന്. അനിയത്തിയുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് വേറെ നിവൃത്തിയില്ലാതെ ദേവരെ കൊല്ലാൻ വേണ്ടിയിട്ട് രായപ്പനും കൂട്ടുനിൽക്കേണ്ടതായി വരികയാണ്. ബൈര പറഞ്ഞതനുസരിച്ച് രായപ്പൻ പോയി ദേവരയോട് പറയുന്നുണ്ട് ഇന്ന് രാത്രിയും ആരൊക്കെയോ ചെങ്കടലിലേക്ക് ചരക്കെടുക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ടെന്ന്. അത് തടയാൻ വേണ്ടിയിട്ട് ദേവര നേരെ കടൽ തീരത്തേക്ക് പോകുന്നു. അവിടെ ദേവരെ ആക്രമിക്കാൻ കുഞ്ചര ഉൾപ്പെടെ ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നാൽ മദ്യലഹരിയിലായിരുന്നിട്ട് പോലും ആർക്കും തന്നെ ദേവരയെ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. എല്ലാവരെയും ഒരു നിമിഷം കൊണ്ട് ദേവര കൊന്നൊടുക്കി. താൻ സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ തന്റെ കൈകൊണ്ട് ഈ സമുദ്രം ചെങ്കടലായി മാറിയത് കണ്ടിട്ട് ദേവരയ്ക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ ഈ കാര്യം അറിഞ്ഞിട്ട് ആൾക്കാരെല്ലാം ഓടിക്കൂടിയപ്പോൾ ഒരുപാട് പേർ മരിച്ചു കിടപ്പുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ കുഞ്ചരയും മരിച്ചിരുന്നു. കുഞ്ചരയുടെ സഹോദരന് പാതി ജീവൻ ബാക്കിയുണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്തത് ദേവരയാണെന്ന് വിളിച്ചു പറയുന്നു. അതോടുകൂടി കുഞ്ചരയുടെ മകൻ സമരയ്ക്ക് ദേവരയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. എന്നാൽ ദേവരെ അവിടെ എങ്ങും തന്നെ കാണാനില്ല. അവിടെയുണ്ടായിരുന്നൊരു പാറയിൽ ഇങ്ങനെ എഴുതിയിരുന്നു ധൈര്യ അഹങ്കാരമായിട്ട് തെറ്റിലേക്ക് തിരിഞ്ഞ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾ കേട്ടില്ല. ഭയം എന്തെന്ന് പോലും നിങ്ങൾ മറന്നിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾ ദൈവത്തെയോ ഭൂതത്തെയോ കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെടില്ല. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണിൽപ്പെടാതെ ഈ നാട് വിട്ട് ഞാൻ പോകുന്നു. പക്ഷേ ഈ നാട്ടിൽ നിന്ന് ആരെങ്കിലും ചെങ്കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതവന്റെ അന്ത്യമായിരിക്കും. ഞാൻ കാവലാളായി ഈ സമുദ്രത്തിന്റെ അടുത്ത് തന്നെ ഉണ്ടാകും. ഇതെല്ലാം കേട്ടതോടുകൂടി ആൾക്കാർ ഭയപ്പെടാൻ തുടങ്ങി. ചരക്കുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി സമുദ്രത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ നിന്ന് വേണമെങ്കിലും ദേവരയുടെ ആക്രമണം ഉണ്ടാകാം. അത് കാരണം ആൾക്കാര് മത്സ്യബന്ധനം നടത്തിയാണ് ജീവിച്ചിരുന്നത്. എന്നാൽ ബൈര കുറച്ചു പേർക്ക് ധൈര്യം പകർന്നു നൽകി ചരക്കുകൾ എടുക്കാൻ കടലിലേക്ക് പറഞ്ഞുവിട്ടു. അവരെ എല്ലാവരെയും തന്നെ ദേവര കൊന്നൊടുക്കി. അവരുടെ അവശിഷ്ടങ്ങളായിരുന്നു ആ കടലിനടിയിൽ നേരത്തെ ശിവ കണ്ടത്. ദേവരുടെ വീട്ടിലെ സ്ത്രീകൾ അയാളുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. ദേവരെ എങ്ങനെയെങ്കിലും പ്രത്യക്ഷപ്പെടുത്തി കൊല്ലാൻ വേണ്ടിയിട്ട് ബൈരയാകട്ടെ എല്ലാ വർഷവും ആയുധപൂജയുടെ അന്ന് നടക്കുന്ന മല്ലയുദ്ധത്തിൽ ദേവരുടെ ഗ്രാമത്തിൽ നിന്ന് പങ്കെടുത്ത എല്ലാവരെയും തന്നെ തോൽപ്പിക്കുകയും എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത വിധത്തിലാക്കുകയും ചെയ്തു. എന്നിട്ട് പോലും ദേവരെ
തിരിച്ചു വന്നില്ല. അതോടുകൂടി മല്ലയുദ്ധം തന്നെ നിർത്തലാക്കി. എന്നാൽ ദേവരെ ആക്രമിക്കാനും ചരക്ക് കടത്തൽ തുടങ്ങാനും വേണ്ടിയിട്ട് പുതിയ തലമുറയിലെ ഒരുപാട് കുട്ടികളെ ചേർത്തിട്ട് ഒരു നിർഭയ സൈന്യത്തെ തന്നെ ബൈര ഉണ്ടാക്കി. അങ്ങനെ 12 വർഷങ്ങൾ കടന്നുപോയി. ദേവരയുടെ കൈകൊണ്ട് മരണപ്പെട്ട കുഞ്ചരയുടെ മകൻ സമരയാകട്ടെ ദേവരയെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന ലക്ഷ്യത്തോടെ ഇരിക്കുകയായിരുന്നു. അവനെന്നും ദേവരയുടെ അമ്മയെ കാണാൻ വരുമായിരുന്നു. വയസ്സായിരിക്കുന്ന ആ സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ദേവര അവിടേക്ക് വരുമെന്ന് അവനൊരു വിശ്വാസമുണ്ടായിരുന്നു. അതേസമയം ദേവരയുടെ മകൻ വരയാകട്ടെ കടലിൽ പോയി ഒരു വലിയ സ്രാവിനെ പിടിച്ചുകൊണ്ടുവരുന്നു. താൻ തന്റെ സ്വന്തം കൈകൊണ്ട് പിടിച്ചെന്നാണ് അവൻ നാട്ടുകാരോട് പറയുന്നത്. എന്നാൽ നാട്ടുകാർക്കെല്ലാം അറിയാമായിരുന്നു പേടിത്തൊണ്ടനായ അവനെ കൊണ്ട് അതിന് പറ്റില്ല എന്ന്. എവിടെയെങ്കിലും ചത്തുകിടന്ന സാധനത്തിനെ എടുത്തുകൊണ്ട് വന്നതായിരിക്കാമെന്ന്. യഥാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയായിരുന്നു. തന്റെ അച്ഛന്റെ ധൈര്യമൊന്നും വരയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നാട്ടിലുള്ള പലരും മലമുകളില് ദേവരെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി ചോദിക്കാൻ ദേവരയുടെ അമ്മ ചെല്ലുമ്പോ അവര് പറയുന്നത് ഇങ്ങനെയായിരുന്നു: അവിടെ ആരോ ആഹാരം പാകം ചെയ്ത് കഴിച്ച പോലൊരു പാട് കണ്ടു. അത് ചിലപ്പോ ദേവരയാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ആരും ദേവരെ നേരിട്ട് കണ്ടിട്ടില്ല. അവന്റെ അമ്മയും മുത്തശ്ശി ഇങ്ങനെ ദേവരെ തിരക്കി നടക്കുന്നതൊന്നും വരയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. നമ്മൾ ഇട്ടിട്ട് പോയ ഒരാളെ പറ്റി എന്തിനാ അന്വേഷിച്ച് നടക്കുന്നതെന്ന് അവൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അതിനിടെ ബൈരയുടെ മകൻ പസുരെ കാണിക്കുന്നുണ്ട്. രായപ്പന്റെ മകൾ തങ്കത്തിനെ എങ്ങനെയെങ്കിലും വിവാഹം കഴിക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. എന്നാൽ അവന് പല സ്ത്രീകളുമായിട്ടും ബന്ധമുണ്ട്. അടുത്തതായിട്ട് തങ്കത്തിനെയാണ് കാണിക്കുന്നത്. തന്റെ പ്രായത്തിലുള്ള ഒരുപാട് പെൺകുട്ടികളുടെ വിവാഹം തങ്കം മുടക്കിയിട്ടുണ്ട്. കെട്ടാൻ പോകുന്ന ചെക്കന്മാരെ തങ്കം പോയി നോക്കുമ്പോഴേക്കും അവൾക്ക് അവരോട് പ്രേമമാണെന്ന് കരുതിയിട്ട് അവര് വിവാഹം വേണ്ടെന്ന് വെച്ചിട്ട് തങ്കത്തിന്റെ പിറകെ വരും. ഇതിന്റെ പേരിൽ ഒരുപാട് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ വന്നിട്ട് തങ്കത്തിനോട് വഴക്കിടാറുണ്ട്. എന്നാൽ തങ്കം പറയുന്നത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ദേവരെ പോലെ ധൈര്യമുള്ള ഒരാളെ വേണം. ഈ നാട്ടിൽ അങ്ങനെയുള്ള ആണുങ്ങളുണ്ടോ എന്ന് കണ്ടെത്തണം. ഞാൻ കണ്ടെത്തുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരുത്തി അവനെ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ടാ എല്ലാവരുടെയും കല്യാണം മുടക്കുന്നത്. ഞാൻ അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ട് ബാക്കിയുള്ളവർ കെട്ടിയാൽ മതി. അതിനിടെ വരയുടെ നാട്ടിലുള്ളവർ ആയുധങ്ങൾ ഈ ഗ്രാമത്തിലേക്ക് മല്ലയുദ്ധത്തിലൂടെ ജയിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ ആരുമില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്നു. ആ ആയുധങ്ങൾ വന്നാൽ മാത്രമേ നാടിന് ഐശ്വര്യം ഉണ്ടാകൂ എന്നതായിരുന്നു അവരുടെ വിശ്വാസം. എന്നാൽ തല്ലിത്തോപ്പിച്ച് കൊണ്ടുവരാൻ വരയ്ക്ക് സാധിക്കില്ല. അതുകൊണ്ട് പോയി ബൈരയോട് അപേക്ഷിച്ചിട്ട് ഈ ഒരു വർഷത്തേക്ക് തങ്ങളുടെ നാട്ടില് അത് വെക്കാമെന്ന് ചോദിക്കാനായിരുന്നു വരയുടെ തീരുമാനം. രായപ്പനെയും കൂട്ടിയിട്ടാണ് വര പോകുന്നത്. എന്നാൽ ബൈര പറയുന്നു അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ മല്ലയുദ്ധത്തിൽ തോൽപ്പിച്ച് തന്നെ നീ ആയുധങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാൻ. അത് തന്നെ കൊണ്ട് പറ്റില്ല എന്ന് വരയ്ക്ക് ഉറപ്പായിരുന്നു. പക്ഷെ വരയുടെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആയുധ പൂജയുടെ അന്ന് മല്ലയുദ്ധത്തിന് ആരെങ്കിലും തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ കൈപ്പൊക്കുന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. മല്ലയുദ്ധം തുടങ്ങി കുറച്ചു കഴിയുമ്പോഴേക്കും വരയാകട്ടെ ഓരോരുത്തരെയായിട്ട് തല്ലി തോപ്പിക്കാൻ തുടങ്ങി. എന്നാൽ അതിന് പിന്നിലൊരു രഹസ്യമുണ്ടായിരുന്നു. തല്ലാൻ വന്ന ആൾക്കാരെല്ലാം തന്നെ അവിടെ ഇരുന്നൊരു പാനീയം കുടിച്ചിട്ടായിരുന്നു വന്നിരുന്നത്. എന്നാൽ അതിലെല്ലാം തന്നെ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു വരയുടെ കൂട്ടുകാർ. അതുകൊണ്ട് ഈസി ആയിട്ട് വര എല്ലാവരെയും അടിച്ചു തോൽപ്പിച്ചു. മല്ലയുദ്ധത്തിൽ ജയിക്കുകയും ആയുധം തങ്ങളുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ അവനടിച്ച അടികളെല്ലാം വളരെയധികം സ്ട്രോങ് ആയിരുന്നു. വര കള്ളത്തരത്തിലൂടെയാണ് ജയിച്ചതെന്ന് ബൈര പറഞ്ഞെങ്കിലും രായപ്പൻ പറയുന്നുണ്ട് അങ്ങനെ മയക്കുമരുന്ന് കൊടുത്തത് കാരണമാണ് നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ വീണതെങ്കിൽ അവരിപ്പോൾ എഴുന്നേക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ അവൻ കൊടുത്ത അടി കൊണ്ടാണ് അവരിപ്പോഴും കട്ടിലിൽ കിടക്കുന്നത്. വരയുടെ ഉള്ള ശക്തികളെ വരയ്ക്ക് പോലും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ആ ശക്തികൾ ഉണർത്താതിരിക്കുന്നതാ നല്ലത്. ഇനി ഇവിടെ ഒരു ദേവരയുടെ ആവശ്യമില്ല. വര കള്ളത്തരത്തിലൂടെയാണ് ജയിച്ചതെന്നറിഞ്ഞപ്പോഴേക്കും അവൻ ദേവരെ പോലെ ശക്തനല്ല എന്നുള്ള കാര്യം തങ്കത്തിന് മനസ്സിലായി. എന്നാലും അവൾക്ക് അവനെ വിട്ടുകൊടുക്കാനും വയ്യ. ചിലപ്പോ അവന് താൻ വിചാരിക്കുന്നതിനേക്കാൾ ധൈര്യം ഉണ്ടെങ്കിലോ. അതേസമയം ബൈരയാകട്ടെ താൻ തയ്യാറാക്കി വെച്ച സൈന്യത്തിനോട് ആയുധങ്ങളെല്ലാം റെഡിയാക്കി വെക്കാൻ പറയുന്നു. മുരുകനെയും തുളസിയെയും വീണ്ടും വിളിപ്പിച്ചു. തങ്ങൾ വീണ്ടും ചരക്കുകൾ കൊണ്ടുവരാൻ തയ്യാറാണെന്ന് അറിയിക്കുന്നു. എന്റെ ഈ സൈന്യം കടലിലിറങ്ങിക്കഴിഞ്ഞാൽ ഏത് ദേവര വന്നാലും ശരി അവനെ കൊന്നുകളയുമെന്നാണ് ബൈര പറയുന്നത്. പക്ഷെ അറിഞ്ഞുകൊണ്ടൊരു റിസ്ക് എടുക്കാൻ മുരുകൻ തയ്യാറല്ലായിരുന്നു. എങ്ങനെയെങ്കിലും ദേവരെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവന്റെ ജീവൻ എടുത്തിട്ട് മതി ചരക്കുകൾ കൊണ്ടുവരുന്ന ജോലി. അതിനു വേണ്ടിയിട്ട് ബൈര ഒരു പ്ലാൻ ഇടുന്നു. നാട്ടിലെ പലരോടും പറഞ്ഞു പരത്തുന്നു ദേവര മരിച്ചുപോയി എന്നും ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നും. ഈ കഥ കേട്ടും പറഞ്ഞും ദേവരയുടെ അമ്മയുടെ അടുത്ത് എത്തുന്നു. ആ വാർത്ത അറിഞ്ഞതോടുകൂടി അവരാകെ തകർന്നു. അസുഖം ബാധിച്ച് കിടപ്പിലായി. ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ജോഗുലാമ്മയുടെ വീട്ടിലേക്കാണ് ദേവരയുടെ അമ്മയെ കൊണ്ടുപോകുന്നത്. സുഖമില്ലാതെ കിടക്കുന്ന അമ്മയെ കാണാൻ എന്തായാലും ദേവര വരുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ദേവരയുടെ വരവും കാത്ത് ബൈരയുടെ ആൾക്കാർ ഉറക്കമൊഴിച്ച് അവിടെ തന്നെ കാത്തിരുന്നു. 2-3 ദിവസം കഴിയുമ്പോഴേക്കും അവരുടെ കണ്ണുവെട്ടിച്ച് ദേവര അമ്മയെ കാണാനെത്തി. മകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ബോധ്യമായതോടുകൂടി ആ അമ്മയുടെ എല്ലാ അസുഖങ്ങളും മാറി അവർ ചിരിക്കാൻ തുടങ്ങി. ബൈരയും കൂട്ടരും അകത്തേക്ക് കയറി ഇവരുടെ ഈ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ദേവരെ അവിടെ വന്നിട്ട് പോയിട്ടുണ്ടെന്ന്. അവൻ അധിക നേരമായിട്ടില്ല ഇവിടെ നിന്നും പോയിട്ട്. അവരവിടെയെല്ലാം അന്വേഷിക്കാൻ തുടങ്ങിയതോടുകൂടി ദേവരെ കാട്ടിനുള്ളിലൂടെ പോകുന്നത് അവർ കാണുന്നു. എല്ലാവരും ശ്രമിച്ചിട്ടും അവർക്കാർക്കും ദേവരെ പിടിക്കാൻ കഴിഞ്ഞില്ല. തലനാരിഴയ്ക്ക് ദേവര അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. അമ്മയെ കാണാൻ ദേവര വന്നെന്നറിഞ്ഞതും ദേവരയുടെ ഭാര്യ അമ്മയോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ കാണാൻ എങ്ങനെ ഇരിക്കുകയാണെന്ന്. അവന്റെ മുൻവശത്തെ മുടി മാത്രമേ കുറച്ച് നരച്ചിട്ടുള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നാണ് അവന്റെ അമ്മ പറയുന്നത്. ദേവരെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് വരയ്ക്ക് ദേഷ്യം വരുന്നു. നമുക്ക് വേണ്ടിയിട്ട് ഒരിക്കലും അയാൾ തിരിച്ചു വരാൻ പോകുന്നില്ല, ഇനി കാത്തിരിക്കുകയും വേണ്ട. ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞ് മുരുകനും തുളസി
സീൻ വരുന്നുണ്ട്. ദേവര ഇത്തവണ വന്നിട്ട് നിങ്ങളെ പേടിച്ച് തിരിച്ചവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ പഴയ ധൈര്യമെല്ലാം ചോർന്നു പോയിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച വരുന്ന കപ്പലിൽ നിന്ന് ചരക്കുകൾ എടുക്കാൻ നിങ്ങൾ റെഡിയായിരുന്നോളാനും അയാൾ പറയുന്നു. അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരുന്ന ബൈരയ്ക്ക് ഒരു അപകടം പറ്റുന്നു. തലേന്ന് രാത്രി ആരോ ബൈരയെ വീട്ടിൽ കയറി ആക്രമിച്ചു. അത് ദേവരയായിരിക്കുമെന്നാണ് സമര ഉൾപ്പെടെ എല്ലാവരും പറയുന്നത്. എന്നാൽ ബൈരയ്ക്ക് അറിയാമായിരുന്നു അത് ദേവരയല്ല സമരയാണെന്ന്. ബൈരയത് ചോദ്യം ചെയ്യുമ്പോൾ സമര സമ്മതിക്കുകയും ചെയ്യുന്നു. ദേവര എന്റെ കൈകൊണ്ട് ചാകണം. നിങ്ങൾ കപ്പലിലേക്ക് ചരക്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവനെ കൊല്ലും. എന്റെ അച്ഛനെ കൊന്ന അവനെ എന്റെ കൈകൊണ്ട് തന്നെ കൊല്ലണമെന്നാണ് എന്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇന്നലെ രാത്രി അപകടപ്പെടുത്തിയത്. ഇത്തവണ ദേവരയ്ക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. പോകുന്ന എല്ലാവരുടെയും കയ്യിൽ ഞാൻ തോക്കുകൾ കൊടുക്കും. എത്ര ദൂരത്തിരുന്നാലും അവനെ വെടിവെച്ച് വീഴ്ത്തും. അന്ന് പുറത്തു പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന വരയുടെ സഹോദരിയാകട്ടെ കരഞ്ഞുകൊണ്ടായിരുന്നു വന്നത്. ബൈരയുടെ മകനും കൂട്ടുകാരും അവളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇത്തവണ ചരക്കുകൾ എടുക്കാൻ പോകുന്ന വഴിക്ക് ദേവരെ കൊല്ലുമെന്നും അതിനുശേഷം ഈ വീട്ടിലേക്ക് വന്നിട്ട് ഇവിടുത്തെ സ്ത്രീകളെല്ലാം കൊണ്ടുപോയി ഉപദ്രവിക്കുമെന്നാണ് അവളോട് പറഞ്ഞത്. നിന്റെ വീട്ടിലെ ആണൊരുത്തനുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവനെ കൊണ്ടൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നും അവളോട് പറഞ്ഞു. ആ വിഷമമെല്ലാം അവളുടെ അമ്മയോട് അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ വര അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. തന്റെ അനിയത്തി പോലും ആ വിഷമം തന്നോട് പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് മനസ്സിലായ അവനാകട്ടെ ദേഷ്യവും സങ്കടവും കാരണം ബൈരയുടെ ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്നു. അവിടെ കള്ളുഷാപ്പിലിരുന്ന അവന്റെ ആൾക്കാരെ എല്ലാം തന്നെ വര അടിച്ചു വീഴ്ത്തി. ഈ സംഭവങ്ങളെല്ലാം തന്നെ എല്ലാവരും അറിഞ്ഞ് അത് രായപ്പനോടും പോയി പറയുന്നുണ്ട്. വര ധൈര്യപൂർവ്വം അവരെല്ലാം അടിച്ചു വീഴ്ത്തിയതറിഞ്ഞിട്ട് തങ്ക ഒരുപാട് സന്തോഷിക്കുന്നു. ഞാൻ വിചാരിച്ച പോലെ അവൻ നല്ല ധൈര്യശാലിയാണ്. എന്നാൽ പിറ്റേന്ന് രാവിലെയാണ് വരയോട് ആൾക്കാർ വന്ന് പറയുന്നത് നീ ഇന്നലെ അടിച്ചതിൽ ഒരാൾ മരിച്ചുപോയി എന്ന്. ഇതറിഞ്ഞ് വര പോലും ഞെട്ടിപ്പോയി. താൻ അടിച്ചിട്ട് ഒരിക്കലും ഒരാൾ ചാവാൻ ചാൻസ് ഇല്ല. അവൻ ബൈരയോട് പോയി കണ്ടിട്ട് മാപ്പ് പറയുന്നു. തന്റെ അനിയത്തിയോട് മോശമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പോയി അടിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ ഞാൻ മനഃപൂർവ്വം ആരെയും കൊന്നിട്ടില്ല എന്ന്. അവനെ വേറെ ആരെങ്കിലും കൊന്നതായിരിക്കാം. ഞാൻ എപ്പോഴും നിങ്ങളുടെ ആള് തന്നെയാണ്. എന്നാൽ ബൈര പറയുന്നു നീ ഞങ്ങളുടെ ആളാണെന്ന് തെളിയിക്കണമെങ്കിൽ സമുദ്രത്തിലേക്ക് ചരക്കുകൾ എടുക്കാൻ തന്റെ ആൾക്കാരുടെ കൂടെ പോകണമെന്ന്. തടയാൻ ഇനി നിന്റെ അച്ഛൻ വന്നാലും ശരി, വേറെ ഒന്നും നോക്കാതെ എന്റെ ആൾക്കാരുടെ കൂടെ ചേർന്നിട്ട് അയാളെ കൊന്നു കളഞ്ഞേക്കണം. താനതിന് തയ്യാറാണെന്ന് വര പറയുന്നു. അങ്ങനെ വരയും അവരുടെ കൂടെ ചേർന്നിട്ട് കടലിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ബൈര ഒരു സത്യം തുറന്നു പറയുന്നത്. തലേന്ന് അവനടിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ ആ ഒരാളെ കൊന്നത് ബൈര തന്നെയായിരുന്നു. വരയെ തങ്ങളുടെ കൂടെ കടലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയൊരു കളി ബൈര കളിച്ചത്. അങ്ങനെ അന്ന് രാത്രി ചരക്കുകൾ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കടലിലേക്ക് പോയി. ചരക്കുകളുമായിട്ട് തിരിച്ച് അവർ വരികയായിരുന്നു. അതിനിടയിൽ കടലിനടിയിൽ എന്തോ ഉണ്ടെന്ന് അവർക്ക് തോന്നി. ദേവരയായിരിക്കാമെന്ന് കരുതിയിട്ട് അവരെല്ലാവരും ഷൂട്ട് ചെയ്തെങ്കിലും അതൊരു സ്രാവായിരുന്നു. പക്ഷെ പെട്ടെന്ന് അതിലൊരു ബോട്ടിന്റെ നടുക്ക് തീപിടിക്കുന്നു. സ്ഫോടനമുണ്ടാവുകയും കുറെ പേർ പുറത്തേക്ക് വീഴുകയും ചെയ്യുന്നു. ഓരോരുത്തരായിട്ട് ദേവര വന്ന് കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചരക്ക് കടത്തുന്നവരുടെ ബാക്കിലായിട്ട് ദേവര വരയ്ക്കുന്ന പോലെ മുറിവുകൾ ഉണ്ടാക്കുന്നു. കുറെ പേരെ രക്ഷിച്ചുകൊണ്ട് വര മുകളിലേക്ക് വന്നു. എന്നാൽ അങ്ങനെ ആൾക്കാരെ രക്ഷിച്ചുകൊണ്ട് വരാതെ ദേവരെ പോയി കൊല്ലാനായിരുന്നു ബാക്കിയുള്ളവർ വരയോട് ആവശ്യപ്പെട്ടത്. ഈ സമയത്ത് വരയുടെ അമ്മ വന്ന് നാഗപ്പെ കണ്ടിട്ട് പറയുന്നുണ്ട് എന്റെ മകനെ തടുക്കണമെന്ന്. അവൻ ചരക്കുകൾ എടുക്കാൻ കടലിലേക്ക് പോയിരിക്കുക. തെറ്റായ പ്രവൃത്തി ആര് ചെയ്താലും ശരി ദേവരെ അവരെ വെറുതെ വിടില്ല. മകനാണെന്ന് പോലും നോക്കാതെ ദേവര അവനെ കൊന്നുകളയും. അവരുടെ ഈ ഭയം കണ്ടതും നാഗപ്പ ചില സത്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല, കാരണം അതിന് ദേവര ജീവിച്ചിരിപ്പില്ല. അന്ന് ഈ നാട്ടിൽ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് ദേവര എഴുതി വെച്ചിരുന്നില്ലേ, ആ ദിവസം തന്നെ ദേവര മരിച്ചു പോയിരുന്നു. ആ കല്ലിൽ ആ വാക്യങ്ങൾ എഴുതിയതും പിന്നീട് ഈ കടലിലേക്ക് ഇറങ്ങിയവരെ എല്ലാം തന്നെ കൊന്നൊടുക്കിയതും ദേവരയല്ല, അവന്റെ മകൻ വരയാണ്. അന്ന് വേഷം മാറി ദേവരയുടെ അമ്മയെ കാണാൻ വേണ്ടി വന്നതും വര തന്നെയായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവനൊരു ഭീരുവല്ല. ദേവരയെ പോലെ തന്നെ അവനും വലിയൊരു ധീരനാണ്. ചരക്കുകളും കൊണ്ട് വന്നുകൊണ്ടിരുന്ന ആൾക്കാരെ എല്ലാം തന്നെ കബളിപ്പിച്ച് കൊന്നൊടുക്കിയതും ഈ വര തന്നെയായിരുന്നു. അവരുടെ എല്ലാം മൃതദേഹങ്ങളുമായിട്ട് അവൻ കടൽക്കരയിലേക്ക് വരുന്നു. നാഗപ്പ അവിടേക്ക് വരുമ്പോൾ അവൻ പറയുന്നുണ്ട് ഈ മൃതദേഹങ്ങൾ ഇവിടെ ഈ വഞ്ചിയിൽ തന്നെ കിടക്കട്ടെ. ഇത് കണ്ടിട്ടെങ്കിലും ഇനിയും ആൾക്കാർ കടലിലേക്ക് ഇറങ്ങാൻ പാടില്ല. പക്ഷെ ഒരു പോറലും കൂടാതെ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സംശയം തോന്നും. അതുകൊണ്ട് ദേവര ചെയ്യുന്ന പോലെ എന്റെ മുതുകത്തും വരയിടാൻ പറയുന്നു. എന്നാൽ തന്റെ കൈകൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നാണ് നാഗപ്പ പറയുന്നത്. ആരും ചെയ്യാൻ കൂട്ടാക്കാത്ത കാരണം അവൻ തന്നെ ആ കത്തി വഞ്ചിയിൽ കുത്തിത്തുളച്ചു വെച്ച ശേഷം സ്വന്തം ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്നു. രക്തം വാർന്ന് അവൻ ബോധം കെട്ട് വീഴുകയാണ്. നാഗപ്പ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. എല്ലാം കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയായിരുന്നു ശിവ. നിങ്ങൾ ഈ പറയുന്ന ദേവര മരിച്ചെങ്കിൽ അത്രയും ധീരനായ ദേവരെ കൊന്നതാരാണെന്ന് ശിവ ചോദിക്കുമ്പോഴാണ് എല്ലാവരും ഞെട്ടിക്കുന്ന ആ സത്യം നാഗപ്പ പറയുന്നത്. ദേവരെ അന്ന് രാത്രി കൊന്നത് ദേവരയുടെ മകൻ വര തന്നെയായിരുന്നു. ഇവിടെയാണ് ദേവര എന്ന മൂവിയുടെ പാർട്ട് 1 അവസാനിക്കുന്നത്. ബാക്കി കഥ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മൂവിയുടെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നതും കാത്തിരിക്കാം. അപ്പൊ ഈ മൂവിയുടെ എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.